എല്ലാവർക്കും നല്ല നമസ്കാരം. മഴ ഇന്നലെ രാത്രി മുതൽ വളരെ ശക്തമായിട്ടുണ്ട്. മഴ വളരെയധികം ശക്തമായിട്ട് പോകുന്ന സമയത്തും നമ്മുടെ ഗതാഗത കുരുക്ക് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ കാലത്ത് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ അടിമോളും ഭ്രാന്തളകാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അടിമോളും ബ്ലോക്കായി കിടക്കാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? നമ്മുടെ ഡിവൈൻ ഓവർ ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ മേലൂർ പഞ്ചായത്ത് അതിർത്തി കൂടെ വാഹനങ്ങൾ തിരിച്ചു വിടുന്നുണ്ട്. കല്ലൂക്കടവ് റോഡ് എന്ന് പറയും. ആ റോഡിൻ്റെ ഒരു വളവിൽ കണ്ട ഒരു മതിൽ ഇടിഞ്ഞ് കിടക്കണുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പുലർച്ചയ്ക്ക് നല്ല മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ ആ ഓവർ ബ്രിഡ്ജ് ഇറങ്ങുന്ന സമയത്ത് അവിടെ എറണാകുളം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട് ബോർഡ്. ഈ ബോർഡ് കണ്ട് ഒരു KSRTC ബസ് ഇത് കൂടെ കയറി. KSRTC ബസ്സിന് കോട്ടയത്തേക്ക് പോകുന്ന ബസ്സാണ് ഫാസ്റ്റ് പാസഞ്ചർ. ഈ ബസ് സ്വാഭാവികമായിട്ട് അറിയാലോ, ഈ വഴി കൂടെ എങ്ങനെ പോകാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം വന്ന് തട്ടിയത് ഈ മതിലാണ്. ഈ മതിൽ തട്ടി പിന്നെ അതിലെ പോയി അവിടെ വന്നു കഴിയുമ്പോൾ ബസ്സിന് പോകാൻ പറ്റില്ല, KSRTCക്ക് പോകാൻ പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. റോഡ് ബ്ലോക്കായി ആകെ പുലിവാല്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ കുറേ വാഹനങ്ങൾ തിരിച്ചുവിടാറുണ്ട്. ചെറു വാഹനങ്ങളും മറ്റ് 4 ചക്ര വാഹനം, കാറ് മുതലായ വാഹനങ്ങളൊക്കെ ഇതിൽ കൂടെ പോകാറുണ്ട്. പക്ഷേ ആ വാഹനങ്ങളൊക്കെ ഇപ്പോൾ വിടാൻ പറ്റുന്ന സ്ഥിതി ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. ചാലക്കുടി സൗത്ത് ജംഗ്ഷൻ മുതൽ ഇപ്പോൾ അങ്ങോട്ട് തെക്കോട്ട് എവിടം വരെ ബ്ലോക്ക് എത്തിയെന്ന് അറിയില്ല. അടിമോളും എന്തായാലും ആളുകൾക്ക് പ്രാന്ത് നൽകുന്ന ഒരു അവസ്ഥ ഇന്ന് നല്ല തിങ്കളാഴ്ച മാറാനുള്ള എല്ലാവിധ ചാൻസുകളും ഉണ്ട്. ഈ കല്ലുകടവ് റോഡിൽ ഈ KSRTC ബസ് അവിടെ പെട്ട് കിടക്കാണ്. മുൻ വാർഡ് മെമ്പർ രാജേഷ് മേനോത്തിന്റെ നേതൃത്വത്തിൽ JCB കൊണ്ടുവന്ന് സൈഡിലെയും വളവിലൊക്കെയുള്ള ഈ തന്നെ മതിലുകളൊക്കെ പൊളിച്ച് വാഹനങ്ങൾ വിടാനായിട്ടുള്ള ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ റോഡുകൾ തിരിച്ചുവിടുന്ന ഭാഗങ്ങൾ നമ്മൾ സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ വാഹനങ്ങൾ അതിൽ കൂടെ പോകാൻ പറ്റും അതിനെപ്പറ്റി ധാരണയില്ല. ഈ വഴി കൂടെ തന്നെ മുൻപൊരു ബസ് കടന്നു പോയിട്ട് എങ്ങനെയോ കടന്നു പോയി. അതുപോലെ ടാങ്കർ ലോറി കയറിയിട്ടുണ്ട്. കൊരട്ടിയിൽ മറ്റേ പള്ളിക്കുളം റോഡിൽ കൂടെയാണ് സൂപ്പർ ഫാസ്റ്റ് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സാഹചര്യങ്ങൾ. ഈ റോഡ് മുഴുവനും തവിട് പിടിയുണ്ട്, ഈ പഞ്ചായത്ത് റോഡ്. സർക്കാർ നിർദ്ദേശമൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇതിലുള്ള പ്രശ്നം അവിടെ ദിശാ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ വാഹനങ്ങൾ ഇതിൽ കൂടെ പോകും. KSRTC പലപ്പോഴും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് 24 മണിക്കൂറും മുഴുവൻ ഡ്യൂട്ടി. മഴ വരുമ്പോൾ അവർ സ്വല്പം അവിടേക്കൊക്കെ മാറിയിരിക്കും. അപ്പോൾ ആ സമയത്തായിരിക്കണം ഈ KSRTC കയറി പോയിട്ടുള്ളത്. എന്തായിരുന്നാലും കല്ലുകടവ് റോഡിൽ ബ്ലോക്കായി. ഇത് മറ്റ് മെയിൻ ഹൈവേനെയും ബാധിച്ചിട്ടുണ്ട്. ബ്ലോക്ക് മൺഡേ ബ്ലോക്ക്. മുരിങ്ങൂരിന്റെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ വാഹനങ്ങൾ പഞ്ചായത്ത് റോഡായ കല്ലുങ്കടവ് റോഡ് എന്ന് പറയും, ഈ വഴി കൂടെ തിരിച്ചുവിടാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഒരു KSRTC അവിടെ ദിശാ ബോർഡ് വെച്ചിട്ടുണ്ട്, എറണാകുളം എന്നൊരു ദിശാ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബ്ലോക്ക് കണ്ടപ്പോൾ KSRTC ഇതിക്കോട്ട് എടുത്തതും. പക്ഷേ വണ്ടി അകത്തേക്ക് കയറി അവിടെ ആദ്യം ഒരു മതിൽ തട്ടി കളഞ്ഞിട്ടുണ്ട്, വേറെ മതിൽ സൈഡ് ഒരഞ്ഞിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കിടക്കാനുള്ള ഒരു അവസ്ഥയില്ല. അങ്ങനെ വന്നപ്പോൾ ഇത് സ്ഥിരം ഇവിടെ കാഴ്ചയാണ്. വലിയ വാഹനങ്ങൾ നിയന്ത്രിക്കാതെ വിടുന്നതിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളും ഉണ്ടാവണം. മുന്നേ ഒരു വലിയ വാഹനം വന്ന് ഒരു ബസ് വന്നിരുന്നു, അന്ന് എങ്ങനെയോ കടന്നുപോയി. പിന്നെ ഒരു ടാങ്കർ ലോറി വന്നിരുന്നു, അത് മതിലുമ കുറച്ച് കടന്നുപോയി. ഇപ്പോൾ KSRTC ഇത്ര വലിയ വണ്ടി ഈ വഴിക്ക് പോകാനുള്ള സ്ഥലവും കാര്യങ്ങളും ഈ റോഡിലില്ല. അപ്പോൾ ഇതിന് തക്കതായ ഒരു പരിഹാരങ്ങൾ ഇതിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവണം. കാരണം പുലർച്ചെ 4 മണിക്ക് വന്ന് വലിയ അപകടത്തിൽ നിന്നാണ് ആൾക്കാർ രക്ഷപ്പെട്ടത് തന്നെ. നല്ല മഴയുള്ള സമയമാണ്. ഇപ്പോൾ ഈ റോഡിന്റെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്ത കാരണം ഇവിടെ പ്രൈവറ്റ് വ്യക്തികളുടെ മതിൽ പൊളിച്ച് KSRTC തിരിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഇതിന് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തുടർന്ന് ഇതുപോലുള്ള വാഹനങ്ങൾ, കാരണം അകലെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതിലേക്കുള്ള വഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വ്യക്തമായിട്ട് അറിയില്ല. ദിശാ ബോർഡ് നോക്കി അവർ വരുന്നു, അവിടെ വലിയ വാഹനങ്ങൾ പോകും, ചെറിയ വാഹനങ്ങൾ പോകും, ഒന്നും തന്നെ നിർദ്ദേശങ്ങളില്ല. പുലർച്ചെ 4 മണിക്കായിരുന്നു അവിടെ ഡൈവേർഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥരുണ്ടായി എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് നല്ല ശക്തമായ മഴയായിരുന്ന കാര്യമായിരിക്കും അവർ കയറുന്നുണ്ടാവുക. ആ സമയത്താണ് വണ്ടി കയറിയതും. പുലർച്ചെ 4 മണി മുതൽ ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ വാഹനങ്ങൾ പോകേണ്ട ബുദ്ധിമുട്ട് കാരണം NH ഇപ്പോൾ ഏകദേശം ചാലക്കുടി വരെയിലും ബ്ലോക്കായി നിൽക്കണം. അപ്പോൾ അധികാരികൾ ഉണർന്ന് ഇതിന്റെ ദിശാ ബോർഡുകൾ കൃത്യമായിട്ട് വെക്കുക, വാഹനങ്ങളുടെ ഏതൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് സൈൻ ബോർഡ് സ്ഥാപിക്കുക. ഇതില്ലെങ്കിൽ പ്രദേശവാസികൾക്കും റോഡ് ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഇന്ന് 9 മണിക്കേണ്ട വിദ്യാർത്ഥികൾ എങ്ങനെ എത്തിയാലും ഇന്ന് 11 മണി എത്താൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്ത്, കാരണം NHന്റെ ഭാഗത്തുനിന്നായാലും ഈ വഴി ഒരു വർഷം മുന്നേ അറിയാതൊരു വഴിയാണ്. ഇതിന്റെ അവസ്ഥ അറിയാം, മൊത്തം കുണ്ടും കുഴിയായി കിടന്ന അവസ്ഥയാണ്. ഇത് നല്ല വെയിൽ കാണുമ്പോൾ ടാർ ചെയ്യാനും കൂടി മനസ്ഥിതി കാണിക്കണം. കാരണം പഞ്ചായത്ത് റോഡുകൾ മുഴുവനും തന്നെ ഇങ്ങനെ വാഹനങ്ങളെ കയറ്റി വിടുന്ന അടിസ്ഥാനത്തിൽ പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് വണ്ടി വിളിച്ച് ഈ സാധനം മതിൽ പൊളിച്ച് ഇത് കെട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഉറപ്പ് പറഞ്ഞിട്ടാണ് ഈ വണ്ടി തിരിച്ചു വിടുന്നത്.